ഹലോ, നല്ല ചന്ദ്രക്കാരൻ മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കിട്ടിയ എല്ലാ മാങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് അരപ്പിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് മാങ്ങയിലേക്ക് ഒരു പച്ചമുളക് കേട്ടോ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണ്, എന്നാലും ശർക്കര ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ മാങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. മാങ്ങ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അരപ്പിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. കാന്താരി ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കാന്താരി മുളകാണ് കേട്ടോ ചേർക്കാറ്. പിന്നെ മറ്റേത് വീട്ടിലുണ്ടായ മുളക് തന്നെയാണ്. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ആ വലിയ മുളക് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ അരപ്പ് തയ്യാറാക്കുമ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടല്ല കേട്ടോ തയ്യാറാക്കുന്നത്. തൈര് ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ അരപ്പ് തയ്യാറാക്കുന്നത്. ചിലർ തൈരും തേങ്ങയും സെപ്പറേറ്റ് അരച്ചിട്ടാണ് കറിയിൽ ചേർക്കാറ്. ഞാൻ രണ്ടും ഒരുമിച്ചാണ് കേട്ടോ ചേർക്കാറ്. അപ്പോൾ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാങ്ങ വെന്തോന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പുണ്ടാക്കിയപ്പോൾ അരപ്പിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അരപ്പ് കറിയിലേക്ക് ചേർത്തതിന് ശേഷം അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിട്ട് അത് ചേർക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി തട്ക പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉലുവയും കടുകും ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം ഉണക്കമുളകും കറിവേപ്പിലയും പിന്നെ 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്താലും നന്നായിട്ട് മൂത്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ അതാ മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. താളിച്ചൊഴിച്ച് 2 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നത്. എനിക്ക് പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഓവറായിട്ട് ലൂസായി പോകുന്നത് ഇഷ്ടമല്ല കേട്ടോ. കുറച്ചൊന്ന് തിക്കായിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.